കൊച്ചി കോർപ്പറേഷന്റെ കഥ എന്താണ് എന്നറിയണം. സിജോ വർഗീസ്, കൊച്ചിയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? കൊച്ചി കോർപ്പറേഷനിൽ ഇപ്പോൾ കേൾക്കുന്നില്ല സിജോ, കേൾക്കുന്നില്ല. എലിസബത്ത് 2 വോട്ടുകൾ, അഞ്ച് വോട്ടുകൾ, കൊച്ചി കോർപ്പറേഷനിൽ UDF 38, LDF 33 എന്നതാണ് ഇപ്പോൾ എത്തുന്നില്ല. അജിൻസെ, കൊച്ചി കോർപ്പറേഷന്റെ കാര്യമാണ് പറയുന്നത്. കൊച്ചി കോർപ്പറേഷൻ UDF 38 സീറ്റുമായിട്ട് ലീഡ് ചെയ്യുന്നു, LDF 33 എന്ന് വെച്ചാൽ കോർപ്പറേഷനുകളുടെ കണക്കെടുക്കാം. തൃശ്ശൂര്, ഒപ്പം ഈ പറയുന്ന കണ്ണൂര്, കൊച്ചി 3, 6-ൽ 3 വെച്ചാൽ വമ്പൻ തിരിച്ചുവരവ് നടത്തുകയാണ് എന്ന് മാത്രമല്ല എല്ലാ നമ്പറും കോർപ്പറേഷൻ ഇപ്പൊ 2, 4 എന്നാണ് സ്ഥിതി. UDF 4 ലീഡ് ചെയ്യുന്നു എന്ന് വെച്ചാൽ വലിയ തിരിച്ചുവരവ് പ്രകടമാക്കുകയാണ് UDF. ഒരു സമ്പൂർണമായ പരാജയത്തിന്റെ ഏകപക്ഷീയമായ ഒരു സ്വീപ്പല്ല എവിടെയും കാണുന്നത് എന്നാണ്. അതും കോഴിക്കോട് കോർപ്പറേഷനിൽ പോലും വലിയ വരവ് UDF നടത്തിയിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഇങ്ങനെ കേരളം എങ്ങനെയാണ് വോട്ട് ചെയ്തിരിക്കുന്നത് അറിയാൻ ഇനിയും കുറച്ച് മണിക്കൂർ കൂടി എടുക്കുമെന്ന് വിചാരിക്കണം. എന്തായാലും ഒരു വലിയ തിരിച്ചുവരവ് UDF നടത്തിയിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്തുകളിൽ സ്വാഭാവികമായി LDF ഉണ്ടാവുന്ന മേൽക്കൈ വിടുക, ബാക്കി കോർപ്പറേഷനുകളിൽ ജില്ലാ പഞ്ചായത്തുകളിൽ ഒരു തിരിച്ചുവരവ്, ഒരു ഫൈറ്റിന് UDF തയ്യാറാകുന്നുണ്ട്. പ്രത്യേകിച്ചും കോർപ്പറേഷനുകളിൽ ഇപ്പോൾ നേടിയിട്ടുള്ള മേധാവിത്വം തുടരാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിലേറ്റവും പ്രധാനം കൊച്ചിയും കോഴിക്കോടുമാണ്. കൊച്ചിയിൽ ഏറെ പിന്നിലായിരുന്നു തുടക്കത്തിൽ, UDF ഏറെ പിന്നിലായിരുന്നു. പക്ഷെ അവിടെ ഒരു കമ്മിങ് ബാക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് പല വിധത്തിലുള്ള പ്രാതികൂല്യങ്ങൾ നേരിട്ടുകൊണ്ടാണ് UDFന്റെ തിരിച്ചുവരവ്. LDF പക്ഷേ ഗ്രാമപഞ്ചായത്തുകൾ തങ്ങളുടെ മേധാവിത്വം നിലനിർത്തുന്നു. മറ്റൊന്ന് പ്രധാനപ്പെട്ട സവിശേഷമായി ശ്രദ്ധയാകർഷിക്കുന്ന ഒരു ഇടം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPയും LDFും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമ്പോൾ UDF അവരൊരു ഫൈറ്റിന് സാധ്യതയുണ്ടെന്ന് തെളിയിച്ചുകൊണ്ടുള്ള ഒരു ടാലി നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. കണ്ണൂർ കോർപ്പറേഷനിൽ UDF 11, LDF 4. കണ്ണൂർ കോർപ്പറേഷനിലെ അവസാനത്തെ കണക്കതാണ്. തൃശൂർ കോർപ്പറേഷനിൽ UDF 22, LDF 11 എന്ന് വെച്ചാൽ മൊത്തം എണ്ണി കഴിയാറാവുകയാണ്. മൊത്തം 55, 56 തൃശ്ശൂരിലെ ടോട്ടൽ സീറ്റുകളുടെ എണ്ണം. അപ്പൊ തൃശ്ശൂരിൽ ലീഡ് ചെയ്യുന്നു, കൊച്ചിയിൽ ലീഡ് ചെയ്യുന്നു, കണ്ണൂരിൽ ലീഡ് ചെയ്യുന്നു ആര്? BJP UDF. തിരുവനന്തപുരത്തേക്ക് പോയാൽ തിരുവനന്തപുരത്ത് LDF 17, NDA 18, UDF 10. അതാ നോക്കൂ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ വീണ്ടും BJP തിരിച്ചു വന്നിരിക്കുന്നു എന്നാണ് കാഴ്ച. അല്ല, LDF 17ലേക്ക് എത്തിയിരിക്കുന്നു. 17, 16, UDF 10. കഴിഞ്ഞ തവണത്തെ സീറ്റിൽ ഓൾറെഡി ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് UDF. അവിടെ വൈഷ്ണവ് സുരേഷിനെ പോലുള്ള യുവ സ്ഥാനാർത്ഥികൾ LDFന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. കോർപ്പറേഷനിലാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള, ഏറ്റവും ഇഞ്ചോടിഞ്ച്, ഏറ്റവും ആകാംക്ഷാഭരിതമായ രാഷ്ട്രീയ പോരാട്ടം ഇപ്പോൾ നടക്കുന്നത് എന്ന് പറയാം. UDF ഞെട്ടിക്കുന്ന പ്രകടനം കോർപ്പറേഷനുകളിൽ കാഴ്ചവെക്കുമോ, ജില്ലാ പഞ്ചായത്തുകൾ കാഴ്ചവെക്കുമോ, ടോട്ടൽ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണത്തിൽ അവരൊരു മികച്ച നമ്പർ നിലനിർത്തുമോ? എങ്ങനെയെങ്കിൽ അടുത്ത അസംബ്ലി ഇലക്ഷനിലേക്ക് പോകുമ്പോൾ അവർക്ക് വലിയ ആത്മവിശ്വാസം കൊണ്ടു നടക്കാം. നടരാജ് പരശുറാം തൃശ്ശൂരിൽ നിന്ന് തൃശ്ശൂർ കോർപ്പറേഷൻ എടുക്കുകയാണോ UDF? നടരാജ്, ട്രെൻഡ് വെച്ച് തൃശൂർ കോർപ്പറേഷൻ UDF തൂക്കുന്ന സ്ഥിതിയാണ് കാണുന്നത്. 11 സീറ്റ് LDFനുണ്ടെങ്കിലും UDF 22 സീറ്റിൽ ശക്തമായ മുന്നേറ്റം തുടരുന്നുണ്ട്. NDA ഏതാണ്ട് 6 സീറ്റുകളിൽ വലിയ മുന്നേറ്റം തുടരുകയാണ്. 4 സ്ഥാനാർത്ഥികളുടെ വിജയം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മറ്റു സ്ഥലങ്ങളിലും UDFന് വലിയ ലീഡ് കാണാം. ജില്ലയിലെ മറ്റു ചില അപ്ഡേറ്റുകൾ പറയുകയാണെങ്കിൽ വടക്കാഞ്ചേരി നഗരസഭയിൽ CPM നേതാവ് PR അരവിന്ദാക്ഷൻ 8 വോട്ടുകൾക്ക് തോറ്റു. PR അരവിന്ദാക്ഷനെ നമുക്കറിയാം, കരുവന്നൂർ ബാങ്ക് കേസിൽ ED അറസ്റ്റ് ചെയ്ത ചോദ്യങ്ങൾ നേരിട്ട നേതാവാണ് അരവിന്ദാക്ഷൻ എന്നുള്ള കാര്യം മറക്കരുത്. അദ്ദേഹത്തെ വീണ്ടും മത്സരിപ്പിക്കുകയായിരുന്നു CPM. കോട്ടപ്പുറം വാർഡിൽ തർക്കം നടക്കുന്നുണ്ട്. വോട്ടെണ്ണൽ വീണ്ടും നടത്തണമെന്ന പരാതി BJP നൽകിയിട്ടുണ്ട്. കോട്ടപ്പുറം 38ാം വാർഡിൽ 745 വോട്ട് വീതം BJPയും UDFും നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. LDF 369 നേടിയിട്ടുള്ളത്. ഇവിടെ തിരുവമ്പാടി ദേവസ്വത്തിന്റെ സെക്രട്ടറിയായ ഗിരീഷ് കുമാറിനെയാണ് UDF നിർത്തിയത്. പക്ഷേ നല്ല മത്സരം അവിടെ തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ടൈ ആണ്. വീണ്ടും വോട്ടെണ്ണൽ നടത്തണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ. എന്തായാലും തൃശ്ശൂർ കോർപ്പറേഷൻ നോക്കൂ. തൃശ്ശൂർ കോർപ്പറേഷനിലേക്ക് പോയാൽ അത് UDF തൂക്കുന്ന നില ഇപ്പൊ ഉണ്ട്. നമുക്ക് ഇസ്സത്തിനെ കൂടി വേണം. ആലപ്പുഴയിൽ LDF 6, UDF 5 എന്നാണ് ജില്ലാ പഞ്ചായത്തിലെ നില. അപ്പോ മൊത്തത്തിൽ കാര്യങ്ങൾ സീറ്റ് നില മാറി മറിയുന്നതിന്റെ കണക്കുകൾ ചേഞ്ച് ആവുന്നതിന്റെ ചിത്രമാണ് നമ്മളിപ്പോ സ്ക്രീനിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. തുടക്കത്തിൽ LDFന് ആധികാരികവും ഏകപക്ഷീയവുമായ മുന്നേറ്റം ഉണ്ടായിരുന്നുവെങ്കിൽ, ഒരു ദയനീയത UDF ക്യാമ്പിൽ പ്രകടമായിരുന്നുവെങ്കിൽ, ഇപ്പോഴതല്ല നില എന്ന് കാണാം. അതേസമയം ജില്ലാ പഞ്ചായത്തിൽ 6 എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. 6 രണ്ടിടത്തെ നില നമുക്ക് അറിയില്ല. ജില്ലാ പഞ്ചായത്തിൽ 6. ശരി, അസ്ലമിനെ ഒന്ന് വേണം.